പ്രണയിനി ഭാഗം 28. ഇത്രയും നേരം നീ എവിടെ പോയതാ നന്ദ? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. പല്ലിന് മുറുകിയ മുഖവുമായി കയറി വന്ന നന്ദനെ നോക്കി ദേഷ്യത്തോടെയും വിഷമത്തോടെയും ശില്പ ചോദിച്ചപ്പോൾ മുറിയിലേക്ക് പോകാൻ നിന്ന നന്ദൻ ഒന്ന് തിരിഞ്ഞ് ശില്പയെ നോക്കി. ശില്പ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. എന്നോട് ഈ വക ചോദ്യങ്ങളും അരുത്. എനിക്കിപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആരോ, അവളെ എനിക്ക് വേണം. അവളില്ലാതെ ഇനി എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല. ഐ ആം സോറി. എന്ന് വെച്ച് ഞാൻ നിന്നോട് ഇറങ്ങിപ്പോകാനൊന്നും പറയില്ല കേട്ടോ. നിനക്കും ജീവിക്കാം, എൻ്റെയും ആരുൻ്റെയും കൂടെ തന്നെ. പാവ അവൾ, എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഏതോ ഓർമ്മയിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നവനെ ഞെട്ടലോടെയും വെറുപ്പോടെയും നോക്കിക്കാണാനേ ശില്പയ്ക്കായുള്ളൂ. പക്ഷെ അപ്പോഴേക്കും പലവിധ ചിന്തകളിലുമായി നന്ദൻ നേരെ മുറിയിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ അവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ ശില്പ ഒരുതരം തളർച്ചയോടെ സോഫയിലേക്ക് ചെന്നിരുന്നു. അവളുടെ മനസ്സ് വല്ലാതെ ഒരുങ്ങുന്നുണ്ടായിരുന്നു ആ സമയം. അപ്പുവിനെ ആയിരുന്നു ആദ്യമായി ആത്മാർത്ഥമായി സ്നേഹിച്ചത്, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതിനിടയിൽ അപ്പുവും കീർത്തുവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ, അതിൻ്റെ ആഴം അറിഞ്ഞപ്പോൾ, താൻ ഇത്രയും കാലം ഒരു കോമാളിയായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് നന്ദനെ നേടുന്നത് വഴി അപ്പുവിനോടും കീർത്തുവിനോടും പ്രതികാരം ചെയ്യാമെന്നുള്ള ചിന്ത മനസ്സിൽ വന്നത്. അപ്പോഴും നന്ദനെ പ്രണയിച്ച ആരുവിനെ മനഃപൂർവ്വം മറക്കുകയായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ രാത്രി മനഃപൂർവ്വം തന്നെ നന്ദനുമായി എല്ലാ അർത്ഥത്തിലും ഒന്നായത്. പക്ഷേ പിന്നീട് നന്ദനും തന്നെ ഒഴിവാക്കുമെന്ന തോന്നലിലാണ് താൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അവനോട് പറഞ്ഞത്. ആ സമയം ദേഷ്യമൊക്കെ മറന്ന് നന്ദൻ ചേർത്ത് പിടിച്ചപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നില്ലേ തനിക്ക്? അതിൽ ആരോടും ഉള്ള പ്രതികാരമില്ലായിരുന്നല്ലോ. പിന്നെയും പിന്നെയും അവരെ രണ്ടുപേരെയും കാണുമ്പോഴല്ലേ തന്നിലെ പ്രതികാര ബുദ്ധി ഉണർന്നു തുടങ്ങിയത്. പിന്നീട് ഇടയിൽ എഡ്ഡിയെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയത് വെറുമൊരു കൗതുകം മാത്രമായിരുന്നില്ലേ? അതെ, അവനെ കണ്ടപ്പോൾ തോന്നിയത് വെറുമൊരു അട്രാക്ഷൻ മാത്രമായിരുന്നു. തൻ്റെ വയറ്റിൽ നന്ദൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് കുറച്ചു മുന്നേ അറിയുന്നതുവരെ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത്. നന്ദനെയും ആരുവിനെയും ഒന്നിപ്പിക്കാനും അതുപോലെ എഡ്ഡിയെ തനിക്ക് കിട്ടാനുമൊക്കെ താൻ ആഗ്രഹിച്ചില്ലേ? പക്ഷെ ഇപ്പോൾ എനിക്ക് നന്ദനെ വേണ്ടെന്ന് വെക്കാനാവില്ല. അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, എൻ്റെ പ്രണയം. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്തു നടന്ന എനിക്ക് ഇനിയെങ്കിലും നല്ലത് ചെയ്യണം ഓർത്തുകൊണ്ടവൾ മിഴികൾ ഇറുക്കെ അടച്ചു. നന്ദൻ പോയപ്പോൾ വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നിയ അവൾ നേരെ ചെന്ന് ഡോക്ടറെ കാണുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു താൻ ഗർഭിണിയാണെന്ന് അവൾ അറിയുന്നത്. ആ നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ അവൾ ചിന്തിച്ചത് അവളുടെ കുഞ്ഞിനെയും നന്ദനെയും പറ്റി മാത്രമായിരുന്നു. കുറച്ചു നേരം പലതും ആലോചിച്ച് അവിടെ തന്നെ നിന്നെങ്കിലും നന്ദൻ്റെ അരികിലേക്ക് ചെല്ലാനും അവനോട് ചേർന്ന് കിടക്കാനുമുള്ള അതിയായ ആഗ്രഹത്താൽ ശില്പ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുകയായിരുന്നു നന്ദൻ. ഡോർ തുറക്കുന്ന ശബ്ദവും ശില്പ അടുത്തേക്ക് വന്നത് അറിഞ്ഞിട്ടും അവൻ അങ്ങനെ തന്നെ കിടന്നു. നന്ദ. അവനിൽ നിന്നും ഒരു പ്രതികരണവുമില്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ അരികിൽ ചേർന്ന് കിടന്നുകൊണ്ട് പതിയെ വിളിച്ചു. ഒറ്റമുഴലിൽ മറുപടി ഒതുക്കുന്നവനെ അവൾ അങ്ങേയറ്റം വേദനയോടെ നോക്കി. എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം. എന്നിലേക്ക് അടുത്തവനെ ഞാൻ തന്നെയാണ് അകറ്റാൻ ശ്രമിച്ചത്. ശില്പ ആത്മ. നന്ദ, നീ എന്താ ഇങ്ങനെ? എല്ലാം നിനക്കറിയാവുന്നതല്ലേ? എൻ്റെയും നിൻ്റെയും വിവാഹം, പിന്നെ നമ്മുടെ ശില്പ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ നന്ദൻ തിരിഞ്ഞുകൊണ്ടവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്നു. പന്ന ഡാഷ് മോളെ, ഞാൻ വെറും ഡാഷ് ആണെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നേ? നിന്റെ ഗർഭനാടകമൊക്കെ ഞാൻ അറിഞ്ഞു. ആ സമയം നിന്നെ കൊല്ലേണ്ട ദേഷ്യം എന്നിൽ നിറഞ്ഞതാ. പിന്നെ അത് ചെയ്യാത്തത് നിന്നെ കൊന്നാൽ പിന്നെ ഒരിക്കലും എനിക്ക് ആരുവിനെ കിട്ടില്ലെന്ന് ഓർത്തത് കൊണ്ടാണ്. കേട്ടോടി ഡാഷ് മോളെ. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടതും ആഴത്തിൽ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടവൾ ഞെട്ടലോടെ അവനെ നോക്കി. നന്ദ, അത് വേണ്ട. ഇനിയും കള്ളം പറഞ്ഞ് എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട. നിന്നെ കൂട്ടിപ്പോയി കാണിച്ച ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം അറിയുന്നത്. ഛേ, എങ്ങനെ തോന്നി നിനക്ക്? നീയൊക്കെ ഒരു പെണ്ണാണോ? നിന്നെ തൊട്ട എന്നോട് തന്നെ എനിക്കിപ്പോൾ അറപ്പും വെറുപ്പുമാണ്. മാറിക്കിടക്കടി. ദേഷ്യത്തിൽ അവൻ അവളെ പിടിച്ചു മാറ്റിയപ്പോൾ കരയാൻ പോലും മറന്നുകൊണ്ടവൾ അങ്ങനെ തന്നെ കിടന്നുപോയി. അപ്പോഴേക്കും ഫോണും എടുത്ത് അവളെ നോക്കാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു. അവൻ പോയപ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീരൊക്കെയും അവൾ കരഞ്ഞു തീർത്തു. അപ്പോഴും അവളുടെ കൈകൾ തൻ്റെ വയറിലായിരുന്നു. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയൊക്കെ ഒരു പാവം പിടിച്ച പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണെന്നറിയാം.
ഒരു കാലത്തെ ദേഷ്യത്തിന് പുറത്ത് ചെയ്തു പോയതാ ഈശ്വര, ഇനിയും എന്നെ ശിക്ഷിക്കല്ലേ. നന്ദനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും കുഞ്ഞിൻ്റെ കാര്യം? മനസ്സിൽ ഈശ്വരനെ വിളിച്ചുകൊണ്ടവൾ അലറിക്കരഞ്ഞു. ആ സമയം അവളുടെ തേങ്ങിക്കരച്ചിലൊക്കെ കേട്ടിട്ടും അത് കേൾക്കാത്ത മട്ടിൽ ആരുവിൻ്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് മതിമറന്ന് നോക്കിയിരിക്കുകയായിരുന്നു നന്ദൻ. ആരു, കുറച്ചു ദിവസം അതിനുള്ളിൽ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഫോട്ടോയിലേക്ക് അമർത്തി ചുംബിച്ചു. ഇതേ സമയം ആരുവിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് ബുള്ളറ്റിൽ പോവുകയാണ് എഡ്വിൻ. അവർക്ക് പിറകിലായി വേറൊരു ബുള്ളറ്റിൽ അപ്പുവും കീർത്തവും ഉണ്ട്. 4 പേരുടെയും ഉദ്ദേശം വീട്ടിൽ കാര്യം അറിയിച്ച് വേഗം തന്നെ ഒരു കല്യാണം കഴിക്കുക എന്നായിരുന്നു. അപ്പുവിൻ്റെയും കീർത്തുവിൻ്റെയും കാര്യം ഇന്നലെ തന്നെ അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതം. നന്ദനോട് ആരും ഒന്നും പറഞ്ഞതുമില്ല, ചോദിച്ചതുമില്ല. അങ്ങനെ 4 ആളുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന എഡ്ഡിയുടെ അഭിപ്രായം നോക്കിയാണ് അവർ ഇപ്പോൾ എഡ്ഡിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ആരും ആണെങ്കിൽ ആകെ പേടിച്ചൊരു വകയായിട്ടുണ്ട്. എഡ്ഡിയുടെ വണ്ടി മാളിയേക്കൽ വീടിന് മുന്നിൽ വന്ന് നിർത്തിയപ്പോൾ അത്രയും നേരം അവൻ്റെ പിറകിൽ പതുങ്ങിയിരുന്ന ആരു പതിയെ തലപൊക്കി മുന്നിലേക്ക് നോക്കി. കൊട്ടാര സാദൃശ്യമായ ആ വീടും വീടിന് മുന്നിലെ ഒരു ഭാഗത്ത് സ്വിമ്മിംഗ് പൂളും മറുഭാഗത്ത് വെച്ച് പിടിപ്പിച്ച പൂന്തോട്ടവും ഒക്കെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവർക്ക് പിറകിൽ വന്നിറങ്ങിയ അപ്പുവും കീർത്തവും. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, വരൂ, അവരെ നോക്കി ചിരിയോടെ എട്ടി പറഞ്ഞപ്പോൾ അവർ മൂവരും തലയാട്ടിക്കൊണ്ട് അവനൊപ്പം നടന്നു. എന്നാൽ വീടിന് മുന്നിലെത്തിയപ്പോൾ മുന്നിലെ സ്റ്റെപ്പിലേക്കൊന്ന് നോക്കിക്കൊണ്ട് എഡ്ഡി തൻ്റെ പിറകിലായി നിൽക്കുന്ന ആരുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഞൊടിയിടയിൽ അവളെ പൊക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എഡ്ഡിച്ച, എന്താ? എൻ്റെ പേരിലുള്ള മിന്നണിഞ്ഞ ശേഷം മതി നീ ഈ വീട്ടിൽ കാലുകുത്തൽ. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നത് വരെ എൻ്റെ കയ്യിലിരുന്നാൽ മതി കേട്ടോ ബൊമ്മക്കുട്ടി. ആ, നിങ്ങൾ കയറി വാ. ആരുവിനെ നോക്കി കുറുമ്പോടെ അതും പറഞ്ഞുകൊണ്ടവൻ സ്റ്റെപ്പ് കയറി. കൂട്ടത്തിൽ അവരെയും വിളിച്ചു. അപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ അപ്പുവിൻ്റെയും കീർത്തുവിൻ്റെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. കാരണം എഡ്ഡിയുടെ ജീവനാണ് ആരു എന്ന് അവർക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുപോലെ ആരുവിൻ്റെ ഭാഗ്യമാണ് എഡ്ഡി എന്നും. ഇതേ സമയം ആരു ആണെങ്കിൽ അവൻ്റെ പ്രവൃത്തിയിൽ ആകെ ചടച്ചു പോയിരുന്നു. എന്ത് പറഞ്ഞാലും എഡ്ഡി ഇനി കേൾക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. ഹാളിൽ എത്തിയപ്പോൾ അവിടെയുള്ള സോഫയിൽ അപ്പുവിനെയും കീർത്തുവിനെയും ഇരുത്തിക്കൊണ്ട് എഡ്ഡി ആരുവിനെയും കൊണ്ട് തന്നെ അവർക്കൊപ്പം ഇരുന്നു. അപ്പോൾ പോലും അവൻ അവളെ വിട്ടിരുന്നില്ല. മമ്മ, ഡാഡി, ഒന്നിങ്ങോട്ട് വന്നേ. എഡ്ഡി ഉച്ചത്തിൽ വിളിച്ചപ്പോൾ മുകളിൽ നിന്നും മോളി ദാ വരുന്നു എന്ന മറുപടിയും കൊടുത്തു. രണ്ടും കൂടി മുകളിൽ നിന്ന് സല്ലപിക്കുമായിരിക്കും. എഡ്ഡി ഇളിച്ചുകൊണ്ട് പറയുന്നതോടൊപ്പം ആരും കാണാതെ ആരുവിൻ്റെ ഇടുപ്പിൽ കൈയമർത്തിയിരുന്നു. ഓ, അളിയനും മോശമല്ലല്ലോ, കീർത്തവും വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരു ചിരിച്ചുകൊണ്ട് എഡ്ഡിയെ നോക്കി. അപ്പോഴാണ് മുകളിൽ നിന്ന് സാമുവലും മോളിയും കൂടെ താഴേക്കിറങ്ങി വന്നത്. അപ്പുവിനെയും കീർത്തുവിനെയും കണ്ട് ചിരിയോടെ അവിടേക്ക് നടന്ന അവർ നടന്നെടുക്കും തോറും ആരുവിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന എഡ്ഡിയെ കണ്ടപ്പോൾ കണ്ണും തള്ളിക്കൊണ്ട് പരസ്പരം നോക്കി. പിന്നെ അവനെയും, അത് കഴിഞ്ഞ് അപ്പുവിനെയും കീർത്തുവിനെയും. അവരുടെ നോട്ടം കണ്ട് ആരുവിന് ചമ്മലാണെങ്കിൽ എഡ്ഡി ക്ലോസപ്പിന് പരസ്യം കാണിച്ചു കൊണ്ടിരിക്കുവാണ്.